ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈസ് ദി ലോർഡ്. സുഖാണോ എല്ലാവർക്കും? സുഖാണോ? സുഖാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ സുഖാണോ? സുഖമാണോ? കുഞ്ഞുമക്കളുടെ കൈ കൊടുത്തിട്ട് ചോദിച്ചേ സുഖാണോ? മക്കളെ സുഖാണോ? ആണോ? സന്തോഷാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പുതിയൊരു ഫാമിലി ഉണ്ട് ഇവിടെ ആരാധനയില്. എലിസേട്ടാ സന്തോഷാണോ? സന്തോഷാണ്. ഈ ഫാമിലിയാണ്. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിച്ചുകൊണ്ട് ഒരല്പസമയം തിരുവനന്തപുരത്ത് നിന്ന് ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശേഷം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം. മർക്കോസ് 9:14 മുതലുള്ള തിരുവചനം. മർക്കോസ് 9:14. എല്ലാവരും കൂടി ഒരുമിച്ച് വായിച്ച് ബൈബിൾ എല്ലാവരും കയ്യിലില്ലേ? എല്ലാവരും ബൈബിൾ നിർത്തിക്ക്. ബൈബിൾ നിർത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് വായിച്ച് അവർ കണ്ടു. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥിക്കാം. നമ്മളൊരു വലിയ ഭാഗമാണ് വായിച്ച് കേട്ടത്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു നിമിഷം നമുക്ക് ഈ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തെ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കാം. കാരണം അമ്മ മാതാവ് തിരുവചനത്തെ തൻ്റെ ഹൃദയത്തിലേക്കും ഉദരത്തിലേക്കും ഏറ്റെടുത്തതാണ്. പരിശുദ്ധിയമ്മ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത ദൈവവചനം മാംസം ധരിച്ച് അത് മിശിഹായായി ക്രിസ്തുവായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. വചനം മാംസം ധരിച്ച ക്രിസ്തു. അമ്മയ്ക്ക് നമ്മളെ സഹായിക്കുവാനായിട്ട് പറ്റും. അമ്മ പദാവി തിരുവചന ഭാവം അമ്മയുടെ ഞങ്ങൾ നിറവേൽപ്പിക്കുന്നു. അല്പസമയം ഈ വചനം വിചിന്തനം ചെയ്യുവാനുള്ള ഒരു അഭിഷേക കൃപ ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തില് ഒരു പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുന്നതാണ്. 3 സുവിശേഷങ്ങൾ എന്ന് പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഈ സംഭവം തന്നെ വിവരിക്കുന്നുണ്ട്. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തില് ഇത് വിവരിക്കുന്നത് 17-ാം അധ്യായത്തില്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 18-19 തിരുവചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അപസ്മാര രോഗിയെ സുഖപ്പെടുന്നതായിട്ടാണ്. അപസ്മാര രോഗിയെ സുഖപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊരു പൈശാചിക ബാധയായിരുന്നു ഈ വ്യക്തിയെ പിടികൂടിയിരുന്നത് എന്നും ആ പൈശാചിക ബാധയെ അശുദ്ധാത്മാവിനെ യേശു ശാസിക്കുകയും പുറത്താക്കുകയും ചെയ്തപ്പോൾ ആ ബാലൻ സുഖം പ്രാപിച്ചു എന്നുള്ളതും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു എന്നാണ്. രണ്ടും ശരി തന്നെയാണ്. ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വചനം അത് ഈ ഭാഗമാണ്. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം, ഏത് വർഗമാണ്? ഈ പിശാചിന്റെ ഒരു കൂട്ടമുണ്ട്, ഈ വർഗം പുറത്ത് പോവുകയില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പൈശാചിക ശക്തിയെ ബഹിഷ്കരിക്കാൻ കഴിയാതെ പോയത്? ആര് ചോദിച്ചാ? ശിഷ്യന്മാര് ഈശോയോട് ചോദിച്ചതാണ്. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവർക്ക് അധികാരം കൊടുക്കാത്തത് കൊണ്ടാണോ? ആ അഭിഷേകത്തിന്റെ ശക്തി ഈ 12 അപ്പോസ്തലന്മാർക്കും ഈശോ കൊടുത്തിരുന്നു. ഇത് മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ 17-ാം അധ്യായത്തിലാണ് ഈ സംഭവം കിടക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തില് അവൻ ഈ 12 പേർ തന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഈ അധികാരം കൊടുക്കുന്നുണ്ട്. ആ അധികാരത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ദുഷ്ടാത്മാക്കളെ, ദുരാത്മാക്കളെ, പിശാചികളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരമാണ്. അവരുടെ ശക്തിയും അഭിഷേകവും അധികാരവും കൊടുക്കുകയാണ്. ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇവര് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു കുട്ടിപ്പിശാച് പോകാതിരുന്നത്? എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? എന്തോ നമ്മുടെ ഒരു നിഗമനത്തിൽ എന്തായിരിക്കും? വിശ്വാസത്തിന്റെ കുറവ് അതായിരിക്കുമോ? പ്രാർത്ഥനയുടെ നിറവില്ലാത്തത്, അത് വിശ്വാസത്തിലുള്ള കുറവ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ചഞ്ചലപ്പെടും, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. അതായത് എന്നെ കൊണ്ടിത് സാധിക്കുമോ ഇല്ലയോ? അത് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് അല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കൊന്ന് കടന്നു വരാം. മത്തായി 10 നിർത്തി. മത്തായി 10 അവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നുമുള്ള തിരുവചനങ്ങൾ, മത്തായി 10 ഒന്നുമുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിച്ചേ. അവരുടെ പേര് വായിക്കണ്ട. അവർ 12 പേര് നമുക്കറിയാം. 12 അപ്പോസ്തലന്മാരുടെ പേര് നമുക്കറിയാം. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൻ 12 പേരെയും വിളിച്ച് എന്നിട്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ അധികാരത്തെ കുറിച്ച് സംസാരിക്കുക. ദൈവപുത്രൻ നേരിട്ട് അധികാരം കൊടുക്കുകയാണ് അപ്പോസ്തലന്മാർക്ക് അല്ലേ? ഇത് നമ്മൾ കാണുന്നു തിരുസഭയില് അല്ലെങ്കിൽ കൂട്ടായ്മകളില്. നമ്മള് യേശുവിന്റെ നാമത്തില് ഇതേ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുപോലെ പൈശാചിക ശക്തികളും അതുപോലെ തന്നെ മാറാവ്യാധികളും
വലിയ ബന്ധനങ്ങളുമൊക്കെ അഴിഞ്ഞ് ജനം സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പലപ്പോഴും നമ്മൾ ചോദിച്ചു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ അധികാരം നമുക്ക് ആരാണ് നൽകിയത്? ഈ അധികാരം നമുക്ക് ആരാണ് നൽകി? പതറിപ്പോകുന്ന ചില നിമിഷങ്ങളാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, പൈശാചിക ശക്തിയെ കെട്ടാൻ, പൂട്ടാൻ, ബന്ധിക്കാൻ, ബഹിഷ്കരിക്കാൻ ഈ അധികാരം നിങ്ങൾക്ക് ആരാണ് നൽകിയത്? നമ്മളെന്ത് പറയാ? എവിടുന്നാണ് ഈ അധികാരം വന്നത്? കേവലം ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥ ചിന്തിക്കുക. നമ്മൾ ആത്മായ സമൂഹങ്ങൾ അല്ലേ? ആത്മായ സമൂഹങ്ങളാണ്. അപ്പോ അഭിഷിക്തർക്ക് എവിടുന്നാണ് ഈ അധികാരം വന്നത്? എവിടുന്നാണ് വന്നത്? അഭിഷിക്തർ, അതാ അച്ഛന്മാർക്ക് എവിടുന്നാണ് വന്നത്? ആരുടെ കൈവപ്പഴി? ശരിയാണ്, ആരുടെ? മെത്രാന്മാരുടെ കൈവപ്പ് വഴി എന്തു വന്നു? ഈ അധികാരം. ആ അധികാരം കൈമാറ്റം ചെയ്യുകയാണ് എവിടേക്ക്? അഭിഷിക്തരിലേക്ക്, പുരോഹിതരിലേക്ക്, അല്ലേ? അപ്പോ അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് അധികാരം എങ്ങോട്ടാ വരുന്നത്? അപ്പോസ്തലന്മാരിൽ നേരിട്ട് അധികാരം എങ്ങോട്ടാ വരുന്നത്? അഭിഷിക്തരിലേക്ക്, അല്ലേ? അപ്പൊ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് ആര്? അഭിഷിക്തര്, അച്ഛന്മാര്. എന്നാൽ മാർപ്പാപ്പയോ? മാർപ്പാപ്പ ആരുടെ പിൻഗാമിയാണ്? ആരുടെ? വെരി ഗുഡ്. ആരുടെ? വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാണ് ആര്? മാർപ്പാപ്പ. അധികാരം നമ്മൾ മനസ്സിലാക്കണം. അതോറിറ്റി, അതിന്റെ പവർ പത്രോസിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് മാർപ്പാപ്പയുടെ പവർ. മെത്രാന്മാരെ വഴിക്കുന്നതാണ് വെറുതെയാണ്. എന്നിട്ട് മെത്രാന്മാരിലൂടെ കൈവപ്പ് ആർക്ക് കിട്ടുന്നു? അഭിഷിക്തർക്ക് കിട്ടുന്നു. ഈ അഭിഷിക്തരിൽ നിന്ന് ആർക്ക് കിട്ടുന്നു? നമ്മളെ പോലെ സാധാരണക്കാർക്ക് കിട്ടുന്നു, ആത്മായർക്ക് കിട്ടുന്നു. ഒരു ചോദ്യം, ഈ അഭിഷേകത്തിന് നമ്മൾ നമ്മുടെ തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചിന്തിക്കുമ്പോൾ, ഈ അഭിഷേകത്തിന് മാർപ്പാപ്പിലുള്ള അഭിഷേകം, മെത്രാനിലുള്ള അഭിഷേകം, അഭിഷിക്തരിലുള്ള അഭിഷേകം, ആത്മായിലുള്ള അഭിഷേകം, ഏത് അഭിഷേകത്തിനാണ് പവർ കൂടുതൽ? ഏത് അഭിഷേകത്തിനാണ് പവർ കൂടുതൽ? എല്ലാം അഭിഷേകത്തിന്റെ പവർ ഒന്നും തന്നെയാണ്, സംശയമില്ല. എന്നാൽ അഭിഷേകത്തിന്റെ തലങ്ങളുണ്ട്. ഇപ്പൊ മാർപ്പാപ്പയുടെ തലമാണോ മെത്രാന്? മെത്രാന്റെ തലമാണോ വൈദികരുടെ തലമാണോ ആത്മായര്? അല്ല. എന്നാൽ വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ. എന്തൊക്കെയാ? വിശ്വാസം, വിശുദ്ധി, പ്രാർത്ഥന. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനു വേണ്ടി? അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നതിനു വേണ്ടി. നമുക്ക് എന്നാ ഈ അധികാരം കിട്ടിയേ? ഒരു കൂദാശയിലൂടെ കിട്ടിയേ. ഏതാ? മാമോദിസ എന്ന കൂദാശയിലൂടെ ഈ അധികാരം, ഈ അഭിഷേകം നമ്മിൽ നിക്ഷിപ്തമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തോലിക സഭയിൽ മാത്രമാണ് ഈ അഭിഷേകം. ഹല്ലേലൂയ. ഈ അപ്പോസ്തോലിക സഭ ഏതാ? അപ്പോസ്തോലിക സഭ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ? ഇപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടായ്മയില് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, യാക്കോബായ ഓർത്തഡോക്സ് പശ്ചാത്തലമാണ് കൂടുതൽ. കത്തോലിക്കരെ കുറവാ. ഞാൻ ചോദിക്കട്ടെ, യാക്കോബായ ഓർത്തഡോക്സ് പശ്ചാത്തലം അത് അപ്പോസ്തോലിക സഭയാണോ? ആണോ?
അതെങ്ങനെയാ അപ്പോസ്തലിക സഭയാകുന്നത്? എന്തുകൊണ്ട് അപ്പോസ്തലിക സഭ എന്ന് പറയുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം അത് എവിടെ നിന്നാ കിട്ടിയേ? അപ്പോസ്തലന്മാരുടെ പ്രബോധനം എവിടെ നിന്നാ വന്നേ? നേരിട്ട് ആരുന്ന വന്നേ? ഈശോയിൽ നിന്നല്ലേ? അപ്പോസ്തലന്മാരുടെ പ്രബോധനം വന്ന് നേരിട്ട് ഈശോയിൽ നിന്നാണ്. ആ പ്രബോധനത്തെ അനുഗമിക്കുന്ന, അതിനെ മുറുകെ പിടിക്കുന്ന, അപ്പോസ്തോലിക പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്ന സഭയാണ് എന്ത് സഭ? അപ്പോസ്തോലിക സഭ. അതായത് കത്തോലിക്ക സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭയൊക്കെ ഇല്ലേ? ആണ്. വിശുദ്ധന്മാര്, അപ്പോസ്തലന്മാര്, അവരുടെ പ്രബോധനം, തത്വസംഹിതകൾ, പഠനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അപ്പോസ്തലിക സഭ നമ്മൾ മുമ്പോട്ട് പോകുന്നു. ശ്രദ്ധിക്കണം, അപ്പോസ്തലിക സഭയിൽ പെടാത്ത ഒരു വ്യക്തിയിൽ നിന്ന് കൈവെപ്പ് കിട്ടിയാൽ, അഭിഷേകമുണ്ടെന്ന് ധരിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അത് വചനത്തിന് വിരുദ്ധമാണ്. കാരണം ഈ അധികാരം അവർക്ക് ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, അവിടെ അത് സംഭവിക്കുന്നു, ഇവിടെ ഇത് സംഭവിക്കുന്നു, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, തൊട്ടാ വീഴുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ ആധികാരികത നമുക്ക് വായിച്ചിട്ടങ്ങൾ പോയാലേ അത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. മത്തായി 16, അവിടെ നിങ്ങൾക്ക് ഞാനിതാ ഈ അതോറിറ്റി തരുന്നു എന്നാണോ പറയുന്നതെന്ന് നോക്കി. എല്ലാവരെയും ഉദ്ദേശിച്ചാണോ പറയുന്നത്? മത്തായി 16:18. മത്തായി 16:18 വായിച്ചേ. എന്നതാ നമ്മൾ വായിച്ചു കേട്ടത്. എന്താ വായിച്ചു കേട്ടെ? ഞാൻ നിന്നോട് പറയുന്നു, നീ ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ? ഞാൻ നിന്നോട് പറയുന്നു നീ. അതിനു മുമ്പ് ഇത് ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് 17-ാമത്തെ വചനം വായിച്ച യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറയമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഇനി നോക്കിയേ, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ആർക്കാണ് അഴിക്കാനും കെട്ടാനുമുള്ള അധികാരം? ആർക്കാണ്? നേരിട്ട് അധികാരം കർത്താവായ യേശുക്രിസ്തു പത്രോസിന് കൊടുക്കുകയാണ്. അധികാരം. ആ സമൂഹത്തില് ബാക്കി 11 പേരുണ്ട്, ഇല്ലേ? അപ്പോസ്തലന്മാർ ബാക്കി 11 പേരുണ്ട്. എന്നാൽ ഫുൾ അഡ്രസ് വിളിച്ചിട്ടാ പറയുന്നത്. എന്ത്? യോനായുടെ പുത്രനായ ശിമോനെ. കണ്ടോ? അവരിൽ മാത്രം നിക്ഷിപ്തമാണ് ഈ പരമോന്നത അധികാരം. എന്നിട്ട് പറയാണ്, നീ കെട്ടുന്നത്, നീ അഴിക്കുന്നത് അവിടെ അഴിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ അജപാലനം വിശുദ്ധ പത്രോസിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സംഭവമാണ്.
ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ അധികാരം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അജപാലന ദൗത്യത്തിന്റെ അത് മാത്രം പത്രോസിന് കൊടുത്തിട്ട് അധികാരം അതോടുകൂടി വായിച്ചിട്ട് കൊണ്ടുപോയി. യോഹന്നാൻ 20 യോഹന്നാൻ 20 21 22 വചനങ്ങൾ വായിച്ചേ. യോഹന്നാൻ 20. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിന്ദിക്കുന്നുവോ അവ നിന്ദിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. കണ്ടോ എത്ര ക്ലിയർ ആണല്ലേ, വെരി ക്ലിയർ. നോക്കി, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഇവിടെ നീ എന്നാണോ പറയുന്നത്? നിങ്ങൾ ആരാണ് നിങ്ങൾ? ബാക്കി 11 പേരുണ്ടല്ലോ, ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ. അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിക്കണോ? നേരിട്ട് പറഞ്ഞാൽ പോരെ പാപങ്ങള്? നേരിട്ട് പറഞ്ഞാൽ പോരെ? മക്കളെ ഇങ്ങ് നോക്കിയേ, നേരിട്ട് പറഞ്ഞാൽ പോരെ പാവങ്ങള്? നിങ്ങളുടെ കർത്താവ് കേൾക്കത്തില്ലേ? കർത്താവ് കേൾക്കത്തില്ലേ? ഇപ്പൊ കൺഫ്യൂഷനായി. മിനിയാന്ന് രാത്രി 12:30 മണിക്ക് എന്നെ ഓർക്കിയത് എന്റെ അനിയൻ പാസ്റ്ററാണ്, അനിയത്തി പാസ്റ്ററിയാണ്. ഈ ഒരു സംഭവം പറഞ്ഞിട്ടാണ്. ഈ സംഭവം പറഞ്ഞ പിന്നെ കയറി പിടിച്ച് വന്ന് അവസാനം എന്റെ ട്യൂൺ മാറുന്നു എന്ന് അറിഞ്ഞപ്പോ അവരിത് നിർത്തി. കൃത്യമായിട്ട് കർത്താവ് ഇതാ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സംവിധാനം ദൈവം ഒരുക്കിയിരിക്കുന്നത് അപ്പോസ്തോലിക സഭയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകപക്ഷീയമായി സ്വതന്ത്ര സഭ വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലേ? പ്രാർത്ഥന ദൈവം കേൾക്കും, ആരാധന ദൈവം സ്വീകരിക്കും. എന്നാൽ പാപമോചനം അത് നിക്ഷിപ്തമായിരിക്കുന്നത് അപ്പോസ്തോലിക സഭയിലെ അഭിഷക്തരിലാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ വചനം അവരോട് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ സംശയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വരുമ്പോൾ നോക്കി 21:15 കൂടി ഒന്ന് വായിച്ചേ. 21:15 കൂടി ഒന്ന് വായിച്ചേ. മതി. എന്റെ കുഞ്ഞാടുകളെ ശ്രദ്ധിച്ചേ. നല്ല ഇടയൻ ഭരമേൽപ്പിക്കുകയാണ്. ഈശോ ഭൂമിയിലെ ദൗത്യം കഴിഞ്ഞ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി. ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായതിൽ നിന്ന് സഭയെ നയിക്കേണ്ടവൻ, കുഞ്ഞാടുകളെ മേയ്ക്കേണ്ടവൻ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് 4 തിരുവചനങ്ങളില് 3 വട്ടം അത് പറഞ്ഞുറപ്പിക്കുകയാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു കാര്യം ഉറപ്പിക്കണമെങ്കിൽ അത് 3 വട്ടം പറയണം, 3 വട്ടം ചോദിക്കണം. നമുക്കില്ലേ 1-ാം തരം ദിവസമായിട്ട് വിളിക്കാൻ നല്ല ഞായറാഴ്ച, 1-ാം തരം, 2-ാം തരം, 3 നേരം ഉറപ്പിച്ചു. എന്തോ കല്യാണം വിളിച്ചത്
കുറഞ്ഞത് 3 വേണമെന്നാണ്. അതെ, 3 ആഴ്ച 3 പ്രാവശ്യം വിളിച്ചു ചെല്ലണമെന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ ഒരു ആധികാരിക ഈ 3-ലാണ്. 3 കർത്താവ് അത് തന്നെയാണ് ഇവിടെ 3 പ്രാവശ്യം പത്രോസിനോട് പറയുന്നുണ്ട്, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നിങ്ങൾ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നല്ല പറയുക. പത്രോസിന്റെ സിംഹാസനത്തെ തള്ളിപ്പറയുന്നവര്, സഭയുടെ ആസ്ഥാനം അതല്ല എന്ന് പറയുന്നവര്, സഭ രൂപം കൊണ്ടത് അവിടെയല്ല എന്ന് പറയുന്നവര്, ഈ വചനം കൃത്യമായിട്ട് പരിശുദ്ധാത്മാവോട് ആലോചന ചോദിച്ചിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഈ അധികാരം കൈവെപ്പ് മുഖേന ഇന്ന് നമ്മിൽ എത്തി നിൽപ്പുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എത്രമാത്രം വിശ്വാസത്തോടെ നമ്മൾ ഈ അധികാരം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ നേരിട്ട് വൈദികരിലേക്ക്, വൈദികരിൽ നേരിട്ട് ആത്മാവിലേക്ക്, അല്ലേ? പത്രോസ് കടന്നുപോയപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം, പത്രോസ് കടന്നുപോയപ്പോൾ അവന്റെ നിഴലെങ്കിലും അടിക്കാൻ ജനം തിരക്കി നിന്നു, അല്ലേ? പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം ഒരു മുടന്തന് സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. അധികാരം ഇതവിടെ ദൈവം കൊടുത്താൽ, ഈശോ കൊടുത്ത അധികാരം, ആ അധികാരം എടുത്ത് ഉപയോഗിക്കുന്ന നമ്മൾ കാണുകയാണ്. മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് മാധ്യസ്ഥം? എന്തിനാണ് നൊവേന? അല്ലെ, ഇന്നിപ്പോ നൊവേന കഴിച്ചില്ല വന്നേ രാവിലെ. എന്തിനാണ് നൊവേന? എന്തിനാണ് മാധ്യസ്ഥം? എവിടുന്നാണ് ഇത് വരുന്ന ഈ റൂട്ട്, ഇത് വരുന്ന ഈ ചാല്, ഇതെവിടുന്നാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കരങ്ങളിലൂടെ ഈ അധികാരം വിനിയോഗിക്കപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ ഒരു യാത്രയിൽ നമ്മൾ കണ്ടതല്ലേ അത്? നമ്മുടെ ഒരു വേളാങ്കണ്ണി യാത്രയിൽ നമ്മൾ കണ്ടതാണ്. പൈശാചിക പീഡ, അല്ലേ? ആ പീഡ അവരെ വിട്ടുപോയത്. ഇവിടെ ഇത് സെയിം ഒരു സംഭവമാണ്. ഇവിടെ കുട്ടിയെ തള്ളി താഴെയിട്ട് ആ കുട്ടി മരിച്ചവനെ പോലെയായിരുന്നു വചനം താഴേക്ക് വായിക്കുമ്പോൾ. ഇത് ഈ അശുദ്ധാത്മാവ് ബാധിച്ച കുട്ടി, അഥവാ അപസ്മാര രോഗിയായിരുന്ന കുട്ടി. ഹല്ലേലൂയ. എല്ലാ അപസ്മാര രോഗവും അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാകണമെന്നില്ല. എന്നാൽ നല്ലൊരു ശതമാനം ശാരീരിക പീഡ, മാനസിക പീഡ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ. അതാണ് നമ്മൾ ഓടി അച്ഛൻ്റെ അടുത്ത് ഒന്ന് തല കഴിക്കാൻ വേണ്ടി നമ്മൾ അച്ഛൻ്റെ അടുത്ത് ഓടി പോകുന്നില്ലേ? ചില കേസുകൾ അച്ഛൻ തല കഴിച്ച് പ്രാർത്ഥന ചെയ്യുമ്പോ ചേച്ചി എവിടെ പോകുന്നേ ഇല്ലേ? എത്രയോ സംഭവങ്ങള് ഉറക്കമില്ലാത്ത, അതുപോലെ 5 ദിവസമായിട്ട് നമ്മളെ കുട്ടികൾ സാക്ഷ്യം പറഞ്ഞല്ലേ, ഹണി ഷൈജുവൊക്കെ സാക്ഷ്യം പറഞ്ഞതല്ലേ? 5 ദിവസം 4 വയസ്സുള്ള പെൺകുഞ്ഞ് 5 ദിവസമായിട്ട് കോൺസ്റ്റിപ്പേഷനാണ്. 5 ദിവസമായിട്ട് വയറ്റിന്ന് പോകുന്നില്ല, വയറോടിക്കില്ല. കുഞ്ഞ് ഭയങ്കര കരച്ചിൽ, പെൺകുട്ടിയാ, ഭയങ്കര കരച്ചിൽ. അതൊരു പീഡയായിരുന്നു, ഒരു ബാധയായിരുന്നു അത്. കാരണം അത് പറയാത്ത കാരണം വന്ന് യേശുവിന്റെ നാമത്തില് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. മാതാവിന്റെ അടുത്തുള്ളി ഓയില് വായിലിറ്റിച്ചു കൊടുത്തു, നാവിലിറ്റിച്ചു കൊടുത്തു. എവിടെ പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. വീട്ടിലെത്തേണ്ട താമസം. ഈ കുഞ്ഞു ഓടി ടോയ്ലറ്റിലേക്ക്, അരമണിക്കൂർ ടോയ്ലറ്റിലിരുന്നു. ഇന്നവൾക്ക് 14 വയസ്സ് പ്രായമുണ്ടായി. അതിനുശേഷം ഇതേവരെ ആ പീഡ കൊച്ചിന് വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അത് രോഗമായിരുന്നോ? അതൊരു രോഗമായിരുന്നു, വീണ്ടും വന്നിരുന്നു വിത്തൗട്ട് മെഡിസിൻ.
ഒരു മെഡിസിനും എടുത്തിട്ടില്ല. പീഡ വിട്ടു പോകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ജോലിയിൽ നിന്ന് എത്ര 10,008 10,008 അശുദ്ധാത്മാക്കൾ ആവാഹിച്ച ഒരു വ്യക്തിയാണ് ഒരു യാത്രയിൽ നമ്മുടെ കൂടെ വന്നിരുന്നത്. അത് സാധാരണ വ്യക്തിയല്ല, ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി, കത്തോലിക്കനായിട്ടുള്ള ഒരു വ്യക്തി, കപ്പൂച്ചിന് അച്ഛന്മാരുടെ കൂടെ ശുശ്രൂഷ ചെയ്തൊരു വ്യക്തി. ആ വ്യക്തി വളഞ്ഞ വഴിക്ക് പോയി. സ്നേഹിച്ച പെണ്ണ് പറഞ്ഞത് കേട്ട് സ്നേഹിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി എന്തും കൊടുക്കും. ഞങ്ങളല്ലേ കരളിന്റെ കരളിനൊക്കെ പറഞ്ഞു, കരള് വേണ്ടി എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ ചില എടുത്തു കൊടുക്കും. അതുകൊണ്ട് പോയി തൃശ്ശൂർക്ക് ചാത്തൻ സേവാ മഠത്തിലൂടെ പോയി. എവിടെ ചോദിച്ചു നിന്റെ പേരെന്നാ? ഓർക്കുന്നുണ്ട്, ഞാൻ മുസ്തഫ. ജോളി ജോസഫ് പറയാണ്, ഞാൻ മുസ്തഫ. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ആ കുടുംബത്തെ മുഴുവനും വേണം. എനിക്ക് ആ കുടുംബത്തെ മുഴുവനും വേണം. എന്താ സംഭവിച്ചത് നമുക്കറിയാം. ആ യാത്രയിൽ ഉണ്ടായിരുന്ന എത്ര പേരുണ്ട്? ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഡെസിഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ആ ജസ്റ്റിന്റെ ആയിരുന്നോ? ഉണ്ടായിരുന്ന ഭാഗ്യവാന്മാർ. കാരണം പിശാച് ഉണ്ട് എന്ന് അന്ന് എല്ലാവർക്കും ബോധ്യമായി. ടോയ്ലറ്റ് പിശാച് ഉണ്ടെന്ന് അന്ന് എല്ലാവർക്കും ബോധ്യമായി. കാരണം എന്താ? അവനിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതേ അവസ്ഥ ഉണ്ടായില്ലേ? നമ്മൾ കണ്ടു, വാഴ വെട്ടിയിട്ടതുപോലെ വണ്ടിയിൽ വീണു, ശരീരം മുഴുവൻ ഫ്രീസായി പോയി, തണുത്ത് മരവിച്ചിട്ട് മരിച്ചവനെ പോലെയായി. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ എണീറ്റത്. അതിന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഞങ്ങൾ പറയുന്നില്ല. ഹല്ലേലൂയ. ചെറുത്ത് നിൽക്കാൻ നോക്കി, തകർക്കാൻ നോക്കി. കുറേയൊക്കെ തകർത്തു. എൻ്റെ റൂമിലെ വാഷ് ബേസിനും ബക്കറ്റും മറ്റു കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ചു. ബെഡ്ഷീറ്റൊക്കെ കീറി. എന്നെ എന്തോ ഭസ്മാലോ എന്തായാലും പറയുന്നത്, കുങ്കുമം, ചുവന്ന കുങ്കുമം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു. തമ്പുരാന്റെ കൃപ ഇതുപോലൊരു വെള്ള ചുവയിട്ടിരുന്നത്. ഞാനാകെ ചുവന്നൊരു മനുഷ്യനായി മാറി. എന്നോട് പറഞ്ഞു, വളരെ സ്നേഹത്തിൽ എന്നോട് പറയുന്നേ, നീ എൻ്റെ കൂടെ കൂടിയാൽ നീ പറയുന്നത് എന്തും നിനക്ക് ഞാൻ തരും. 1 കോടി ചോദിച്ചാലും നിനക്ക് ഞാൻ തരും. ഞാൻ ചോദിച്ചു, നിനക്ക് നിത്യജീവൻ തരാൻ പറ്റുമോ? അപ്പൊ ഒരലർച്ചയാണ്, ഒരലർച്ച. ഈശോയ്ക്ക് മാത്രമേ ഈശോ ആ മിണ്ടരുത്, ആ പേര് മിണ്ടരുത്, ഈശോ എന്ന് മിണ്ടരുത്. എന്റെ മക്കളെ ഇത്രയുണ്ട്. നമ്മുടെ ടോമി മാഷിന്റെ അത്ര പോലും ഇല്ലാത്തൊരു സാധനമാണ്. ഞാൻ ഇവരോട് പറഞ്ഞു, എൻ്റെ റൂമിലൊന്ന് അടിച്ചു പൊളിച്ചു. അപ്പൊ ഞാൻ എല്ലാവരും വിളിച്ചു, ശുശ്രൂഷകരൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, ഭിത്തിയിലേക്ക് ആ ചേർത്ത് വെക്കാൻ പിടിക്കാൻ പറഞ്ഞവനെ. വെറും ഒരു സ്കെൽറ്റൻ ബോഡി. ഇവർ 5 പേര് കൂടി ഇങ്ങനെ ഭിത്തിയിലേക്ക് കർത്താവിനെ കുറിച്ചേക്കണ പോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഞാൻ ഹോളി ക്രോസ് ഇതെടുത്ത് തലയിട്ട് വെക്കുന്നതും ഒരൊറ്റ കുതിരലാണ്. ഒരൊറ്റ കുതിരൽ ഈ 5 പേര് തെറിച്ചു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചുണ്ട് കേട്ടോ, പിശാച് പണി തരും കേട്ടോ. പക്ഷെ എന്ത് വേണം? പ്രാർത്ഥന, വിശ്വാസം, പ്രാർത്ഥന. ഞാൻ ഒന്നുകൂടി ചേർക്കുകയാണ്, ഉപവാസം. പിശാചുക്കളെ ബഹിഷ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ഉപവാസം വേണം, പ്രാർത്ഥന വേണം, അതിലേറെ ആഴമായ വിശ്വാസം വേണം. ആ യാത്രയിൽ കർത്താവ് വ്യാഴാഴ്ച തന്നെ ബോധ്യം തന്നു. ഇന്ന സംഭവം ഒന്നും പറഞ്ഞില്ല. ഒരു കേസ്, എന്തോ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത. പെട്ടെന്ന് ഈ ചിന്ത വരികയാണ്, എന്തോ അപ്പൊ എന്റെ ധാരണ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു യാത്രയിൽ. ആ ഒരു ധാരണയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു. കാരണം പലവട്ടം നമ്മുടെ വാഹനത്തിൽ അപകടം വന്നിട്ടുണ്ട്. തലമുടി നാരഴയ്ക്ക് കർത്താവ് അത് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ വിചാരിച്ചു, എന്നാൽ എല്ലാവർക്കും വേണ്ടി
വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ഉപവസിക്കാം. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അപകടമൊന്നും വരുത്തരുത്, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചോളാം, തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ ബ്രേക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു. അപ്പൊ നല്ല ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിടിച്ചെടുത്ത് അവനെ കെട്ടിയിടാൻ നമുക്ക് പറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായിട്ടും ആ യാത്രയിൽ ഉപവാസമോ പ്രാർത്ഥനയോ ഇല്ലാതിരുന്നെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു. ഹല്ലേലൂയ. അവന് സാധിക്കും. തള്ളി താഴെയിടാൻ അവന് സാധിക്കും. നമ്മൾ കണ്ടില്ലേ, കുട്ടിയെ തള്ളി താഴെയിട്ടിട്ട് അശുദ്ധാത്മാവ് നടന്നുപോയി. തള്ളി താഴെയിടാൻ സാധിക്കും. റോഡിൽ കൂടി ഓടുന്ന ബസ്സിനെ തള്ളി താഴെയിടാൻ അവനെ കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇതുപോലുള്ള പ്രത്യേകിച്ച് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം, ജവാനുടേക്ക് കയറി വന്നിരുന്നത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം ആരെങ്കിലും നടത്തുന്നത് അനുസരിച്ച് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം ഏതെങ്കിലും വിധത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് പ്രാർത്ഥിച്ചോളണം. ജവാന്റെ ഇടയ്ക്ക് അങ്ങനെ ബോധ്യം നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രഹസ്യം സമർപ്പിച്ചപ്പോ അത് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മളെ കീഴ്പ്പെടുത്തും. അവൻ നമ്മളെ കീഴ്പ്പെടുത്താൻ നമ്മൾ അനുവദിക്കരുത്. അതിനാണ് വിശ്വാസം, പ്രാർത്ഥന, ഉപവാസം. ഈ വർഗം അതുകൊണ്ടല്ലാതെ പുറത്തു പോകില്ല. ഹല്ലേലൂയ. നമ്മൾ അവനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? വിശ്വാസം നമ്മൾ ഭയപ്പെടണോ? നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അയ്യോ ഇപ്പൊ ജോലി അതിനുശേഷം ഒരു കുഴപ്പമില്ല കേട്ടോ. ജോലിയിലുള്ള 10,008 അശുദ്ധാത്മാക്കൾ തൃശ്ശൂർ ശാസ്ത്രൻ സേവാ മഠത്തിൽ പോയി ആവാഹിച്ച് ഇത്രയും നിങ്ങളുള്ള ഏലസൊക്കെ കെട്ടി വന്നതാണ്. ബസ്സിനകത്ത് ആ ഏലസ് ഊരി മേടിച്ചു. അത് മേടിച്ച് നമ്മള് ഇതെവിടെയാണ് നിർമ്മിച്ച പെട്രോൾ പമ്പിലല്ലേ? പെട്രോൾ പമ്പില് അത് ഇടിച്ച് നുറുക്കി കടിച്ച് നുറുക്കി. അന്നൊക്കെ പല്ല് നല്ല സ്ട്രോങ് ആയിരുന്നു. ഇന്ന് പറ്റുന്നില്ല. അതെ, ചവിട്ടി കൂട്ടി തുപ്പിയിട്ട് അത് ഒരു വെള്ളത്തിലേക്ക് പോകുന്ന വഴി ഒഴുകുന്ന വെള്ളത്തിലേക്ക് നമ്മളത് കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊന്നും സംഭവിച്ചില്ല. എൻ്റെ കൂടുതലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ഒന്ന് സംഭവിച്ചു, ജോലി ഫ്രീ ആയി, മനുഷ്യനായി. ജപമാല കഴുത്തിലിടാനും കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കാനും അച്ഛന്മാരുടെ കൂടെ വീണ്ടും പോകാനും തുടങ്ങി. ഹല്ലേലൂയ. നോക്കിക്കേ, അവൻ വെല്ലുവിളിച്ചതാണ്. 10 കപ്പുച്ചനച്ഛന്മാര് വട്ടം നിന്നിട്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. കണ്ടോ, വെല്ലുവിളിച്ചതാണ് അവൻ. ശക്തമായ പ്രാർത്ഥന, വിശ്വാസം, ഉപവാസം. ഇതില് അവന്റെ അടിത്തറ ഇളകി അവൻ വീണു. മക്കളെ, നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികളും തടസ്സങ്ങളും അതുപോലെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം. ഒരുപക്ഷെ ചിലപ്പോൾ ദുരാത്മാക്കളുടെ ഒരു പ്രവർത്തനമാകാം, ദുഷ്ടാരൂപികളുടെ ഒരു പ്രവർത്തനമാകാം. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഒരു കാര്യം നമ്മിൽ സംഭവിച്ചിരിക്കണം. ഒരു കാര്യം എന്നിൽ സംഭവിച്ചിരിക്കണം. എന്താ സംഭവിക്കേണ്ടത്? ഞാൻ വചനത്താൽ കഴുകപ്പെട്ടവനായി, ആത്മാവിനാൽ വീണ്ടും ജനിച്ചവനായിരിക്കണം. വചനത്തിന്റെ അഭിഷേകം എന്നിലുണ്ടാകണം. ഒരു പൈശാചിക ശക്തിയെ നമുക്ക് കീഴടക്കണമെങ്കിൽ, അവനോട് പൊരുതണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വചനത്തിന്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. ജോളി ജോസഫ് എന്ന് പറയുന്ന മുസ്തഫ, പല പേരുകളാണ് പറയുന്നത്, പല പ്രാവശ്യം വഴങ്ങാതെ വന്നപ്പോ ഒരു വചനം എപ്പോഴോ വായിച്ച് തള്ളിക്കളഞ്ഞ ഒരു വചനം, ഞാൻ ബൈഹാർട്ടാക്കുന്ന വചനമല്ലത്. ഏതാണ്ട് വചനം? റോമ 16-20 വചനം എപ്പോഴോ വായിച്ചു പോയ വചനം. പക്ഷെ ആ സമയത്ത് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഈ വചനം എടുത്തു വെട്ടാൻ. എന്താണ് വചനം? സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താന് നിന്റെ
നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയും. ഹല്ലേലൂയ. കാൽ കീഴിൽ ഇട്ട് ചവിട്ടി അരച്ചു. ഇന്ന് ജോലിയോട് ചോദിച്ചാൽ പറയും ഇന്നും നെഞ്ചിൽ വേദനയുണ്ട്. എന്റെ ബ്രദറെ അന്ന് ചവിട്ടുന്നു ഇന്നും വേദനയുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ജോലി നിന്നെ അല്ല ചവിട്ടിയത്, നിന്റെ ഉള്ളിലുള്ള പിശാചിനെയാണ് ചവിട്ടിയത്. അശുദ്ധാത്മാ അന്ന് ഷൂ ആട്ടിരുന്ന് ചവിട്ടിച്ച് കൂട്ടിപ്പോയി തോന്നുന്നു. അശുദ്ധാത്മാവിനെയാണ് ചവിട്ടി പുറത്താക്കിയത്. അപ്പൊ വചനം വചനം തമ്മിലില്ലെങ്കിലും നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പിശാചിനോട് എങ്ങനെ പൊരുതാൻ പറ്റും? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, വചനം ഇതിന് ഈ അന്ധകാര ശക്തികൾക്കെതിരെ പോരാടാനൊക്കെ ഉള്ള വചനം, രോഗപീഡനങ്ങളോട് പോരാടാനുള്ള വചനം, ബലഹീനതയിൽ വീണു പോകുമ്പോ അതിനോട് പോരാടാനുള്ള വചനം, ഒരു തകർച്ച നേരിടുമ്പോ അതിനെ അഭിമുഖീകരിക്കാനുള്ള വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അന്നേരം ധ്യാന കേന്ദ്രത്തിലേക്ക് ഓടരുത്, ധ്യാനഗുരുക്കന്മാരെ വിളിക്കരുത്, വൃതന്മാരെ വിളിക്കരുത്. അയ്യോ ഇന്ന പ്രശ്നമാണ്, എവിടെയാ എന്റെ വചനം കിടക്കുന്നത്, എവിടെയാ വചനം? ഇത് നിന്റെ ഹൃദയത്തിലും അധരത്തിലും ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ന്യായപ്രമാണ ഗ്രന്ഥം. ഇത് എവിടെ ഉണ്ടായിരിക്കണം? എവിടെ ഉണ്ടാകണം? ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് പറയാൻ എന്താ? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിന്റെ ഹൃദയത്തിലും നിന്റെ ആദരത്തിലും ഉണ്ടായിരിക്കണം. ഹൃദയത്തിലില്ലെങ്കിൽ ആദരത്തിൽ ഉണ്ടാവുക? ഉണ്ടാകത്തില്ല. ഇതുണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചു പേരിലേക്ക് ഹൃദയത്തിൽ വചനം നിറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശുശ്രൂഷയില് പറഞ്ഞ വചനം ഇന്ന് 16 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. 16 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഏത് വചനാന്ന് പറയുന്നത്? യേശയ്യാ 34:16. എന്തായിരുന്നാലും അത് കേൾക്കാത്തവർക്ക് പഠിക്കാത്തവർക്ക് പഠിക്കാനൊരു ചാൻസായി. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. എന്തെന്നാ നീ കണ്ടുപിടിച്ച് വായിക്കേണ്ടത്? എന്തെന്നാ കണ്ടുപിടിച്ച് വായിക്കേണ്ടത്? നീ ഏത് അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നത്, ആ അവസ്ഥയ്ക്കുള്ള വചനം നിന്നകത്തുണ്ട്. ജീവന്റെ വചനം, അത് നീ കണ്ടുപിടിച്ച് വായിക്കണം. അതിന് ഇണവചനമുണ്ട്, അത് നീ കണ്ടുപിടിച്ച് വായിക്കണം. കണ്ടുപിടിച്ച് വായിക്കുമ്പോ എന്ത് ചെയ്യുന്ന തൊട്ട് താഴെ പറയുന്നത്? അവിടുത്തെ ആത്മാവ് ഈ വചനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പവർഫുൾ ആയിട്ട് നിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറും. പാറയെ തകർക്കുന്ന കൂടം പോലെ നിന്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും ഈ സാധനം. എന്ത് രസം! ഓരോ വീട്ടിൽ ചെന്നാൽ ബൈബിൾ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മേടിച്ച് അതേപോലെ ഇരിക്കുന്ന പുതിയതായിട്ട് തന്നെ ഒരു പ്രശ്നമില്ല. ഇതെന്റെ 7ാമത്തെ ബൈബിളാണ്. കാരണം എന്താ? മേടിച്ചതിന് ശേഷം അത് എടുത്തിട്ടില്ല, തുറന്നിട്ടില്ല. എടുക്കണ്ടെങ്കിൽ തന്നെ 5 മിനിറ്റ് അല്ലേ നമ്മള് സന്ധ്യപ്രാർത്ഥനയ്ക്ക് 5 മിനിറ്റ് അല്ലേ ബൈബിൾ വായിക്കുന്നത്? അതിനെടുക്കും. പോരാ മക്കളെ, പോരാ. വചനത്തിൽ വളരാൻ, വചനത്തിൽ ആഴപ്പെടാൻ, വചനാഭിഷേകത്തിൽ ജീവിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കൊച്ചിന്റെ അപ്പനും പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, എന്റെ അവിശ്വാസം പരിഗണിച്ച് എന്നെ സഹായിക്കണമേ. നല്ലൊരു പ്രാർത്ഥനയാട്ടോ, നല്ലൊരു പ്രാർത്ഥനയാ. 17 അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചില്ലേ? എന്താ പ്രാർത്ഥിച്ചേ? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നല്ലൊരു പ്രാർത്ഥന കേട്ടോ. ഈ അപ്പം പ്രാർത്ഥന കണ്ടോ? കർത്താവ് അവിടെ വീണു. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. കണ്ടോ? എനിക്ക് വിശ്വാസമില്ല കർത്താവേ, വിശ്വാസത്തിൽ ഞാൻ ബലഹീനനാണ് തമ്പുരാനെ, എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെസ്. അപ്പൊ ഇന്ന്
ഇന്ന് ഏത് വചനമാണ് നമ്മൾ പഠിക്കുന്നത്? എണീറ്റ് നിൽക്കാം,